ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന ഭിന്നിച്ചിട്ടുള്ള വിഷയത്തിൽ സത്യമാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന് എഴുന്നേൽറ്റാൽ നമസ്കാരം ആരംഭിച്ചിരുന്നത് ഈ പ്രാർത്ഥന കൊണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രി നമസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തഹജ്ജുദ് പോലെയുള്ള ഖിയാമുൽ ലൈൽ, ഖിയാമു റമളാൻ, തഹജ്ജുദ്, വിത്ർ എന്നെല്ലാം, തറാവീഹ് എന്നെല്ലാം നമ്മൾ പേര് പറയുന്ന രാത്രി നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ അതിലെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് റസൂൽ ഇത് ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന പറയാം. അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വമീകാഈല വഇസ്റാഫീല ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. പ്രാർത്ഥനയുടെ അർത്ഥം പറയാം. ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും രക്ഷിതാവായ അല്ലാഹുവേ, രഹസ്യവും പരസ്യവും അറിയുന്നവനെ, നിന്റെ ദാസന്മാർ ഭിന്നിക്കുന്ന കാര്യങ്ങളിൽ നീയാണ് അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നത്. അങ്ങനെ ഭിന്നിച്ച കാര്യത്തിൽ നിന്റെ അനുമതിയോടെ നീ എന്നെ സത്യമാർഗത്തിലാക്കണമേ. നീ ഉദ്ദേശിക്കുന്നവരെ നീ ചൊവ്വായ മാർഗത്തിൽ ആക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും മഹത്വവും വിവരിച്ചുകൊണ്ട് അബൂ സലമ റളിയല്ലാഹു നിന്ന് നിവേദനം ചെയ്യുകയാണ്. സത്യവിശ്വാസികളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി അഥവാ തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റാൽ എന്തുകൊണ്ടാണ് നമസ്കാരം ആരംഭിച്ചത് എന്ന്. അപ്പോൾ ബേബി പറഞ്ഞു, അവിടുന്ന് രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റാൽ നമസ്കാരം ആരംഭിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രാർത്ഥന കൊണ്ടായിരുന്നു എന്ന്. നമുക്കറിയാം, ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും രക്ഷിതാവായ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കുന്നിടത്ത് നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ രാത്രി നമസ്കാരത്തിൽ എല്ലാം ഈ ഒരു പ്രാർത്ഥന കൊണ്ട് നമസ്കാരം തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക. പ്രാർത്ഥനയുടെ ഉള്ളടക്കം, അതിൻ്റെ അന്തസത്ത നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.